ഗൈസ്, ഇതിൻ്റെ പിറ്റേ ദിവസം ഏതായിട്ട് എങ്ങനെ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനും കൊച്ചാപ്പായും കൂടെ പ്ലാൻ ചെയ്താണ് എന്നാൽ പിന്നെ കൊല്ലത്തോട്ടൊക്കെ പോയി കറങ്ങാൻ. അവിടെ നിന്ന് ഇറങ്ങുക മാത്രമേ ഓർമ്മയുള്ളൂ കൊട്ടിയത്ത് മാരകമായ ബ്ലോക്ക്. ആ ബ്ലോക്കിൽ കിടന്ന് വെന്തുരുകുന്ന എന്നെയാണ് നിങ്ങൾ കണ്ടത്. അതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് കാണാൻ പറ്റിയ കുറേ കാഴ്ചകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു വഴിക്കായി അതിനകത്ത് ഇരുന്ന് വിയർത്തൊലിച്ച് ശരിക്കും പറഞ്ഞാൽ വണ്ടിയിലിരുന്ന് ആ ബ്ലോക്ക് കാരണം നല്ലൊരു പരിവായി. പക്ഷേ ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ആ ബ്ലോക്കൊക്കെ മാറി നമ്മൾ അങ്ങോട്ട് എത്തിയ സ്ഥലത്ത് നമ്മൾ ഫെസ്റ്റ് കാണാനാണ് പോയത്. പക്ഷേ നമ്മൾ ചെന്നപ്പം അവിടെ വെറും മണൽത്തരികൾ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ വെച്ച് നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. കണ്ടോ ഗൈസ്, മെനഞ്ഞാന്ന് വരെ ഫെസ്റ്റ് നടന്ന സ്ഥലമാണ് ഇനി ഈ മണൽത്തരിയായി കിടക്കുന്നത് കണ്ടാൽ വിഷമം വരും. കാരണം ഞാനാണ് ഇവരെ പൊക്കിക്കൊണ്ട് വന്നത് ഫെസ്റ്റ് കാണിക്കാന്ന് വെച്ചിട്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഊഞ്ഞാലിലൊക്കെ ആടി നമ്മളിങ്ങനെ രസിക്കുകയായിരുന്നു. ഊഞ്ഞാലാടാൻ പ്രായപരിധിയൊന്നും ഇല്ലല്ലോ ഗൈസ്, അതുകൊണ്ട് എല്ലാവരെയും പിടിച്ചിരുത്തിയ ആട്ടലായിരുന്നു പരിപാടി. ഇത്രയും ചെറിയ പിള്ളേരൊക്കെ ഊഞ്ഞാലാടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? ആ ഊഞ്ഞാല പൊട്ടി വീഴാഞ്ഞത് എന്തോ ഭാഗ്യത്തിന്. പിന്നെ പ്രായപരിധി ഇല്ലാത്തതുകൊണ്ട് ഉമ്മയും കുഞ്ഞമാരെ എല്ലാവരെയും കയറ്റിയിരുത്തി അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും വീഡിയോനകത്ത് ആഡ് ചെയ്താലേ ചിലപ്പോൾ എനിക്ക് തല്ല് കിട്ടും. അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ 2 പേരൊക്കെ വെച്ചിട്ടാണ് അവിടെ ഇരുന്ന് ആടുന്നത്. എന്തല്ല എന്തൊക്കെ കാണിക്കുക, ഇതൊക്കെ കാണിച്ചാൽ എന്ത് പോട്ടെ, ഒന്നും പറയുന്നില്ല. ശരിക്കും നല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടവണ്ടാർ ഉടുപ്പിട്ട് പോയത്. പക്ഷെ നല്ല വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സാരം. പിന്നെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ മാത്രം, അല്ലെങ്കിൽ എന്നെ ഇവിടുന്ന് ഒരു നാട് കിടത്തും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പാർക്കിൽ കുറേ നേരം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടിട്ട് നമ്മൾ നേരെ വന്നത് കൊല്ലം ബീച്ചിലോട്ടായിരുന്നു. അത്യാവശ്യം നല്ല വെയിലുള്ള കണ്ടീഷനായിരുന്നു, പക്ഷേ ചൂടടിക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ബീച്ചിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ ബട്ടർ കുൽക്കണ്ട് അങ്ങനെ അത് മേടിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് വന്നു. പക്ഷേ ഗൈസേ കൊള്ളത്തില്ലായിരുന്നു. സത്യം പറയണമല്ലോ, കൊള്ളത്തില്ലായിരുന്നു. ഓൾറെഡി ഞാൻ ബട്ടർ ഗുൽക്കണ്ട് പണ്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു 7 അയലത്ത് പോലും ഈ ബട്ടർ ഗുൽക്കണ്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സാരം. കടലെറിഞ്ഞിട്ട് അത് വാ കൊണ്ട് ക്യാച്ച് ചെയ്യുന്ന മത്സരം പോലായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് അഫ്സൽ പറഞ്ഞു. ശരിക്കും ഞാൻ വിചാരിച്ചു നമുക്ക് കളിക്കാൻ പറ്റുന്ന പാർക്കായിരിക്കുമെന്ന്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അത് പിള്ളേർക്കുള്ള പാർക്കാണ്. പിന്നെ എന്തായാലും കയറിപ്പോയില്ല, ഇനി അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അവിടെ കുറച്ച് കണ്ടിട്ടൊക്കെ ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ പാനിപൂരി മേടിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇന്നത്തെ വയറ്റിനെന്തോ രാശിയില്ല ഗൈസ്. ഇന്ന് കഴിച്ച ഒന്നുമേ കൊള്ളത്തില്ലായിരുന്നു. പാനിപൂരിയും കൊള്ളത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരു സൊല്യൂഷനും കൂടി ഇല്ല. അതുകൊണ്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായേനെ. പക്ഷേ ഇത് കൊള്ളില്ലായിരുന്നു. എന്തോ പറ്റിയാവോ. ഈ പാർക്കിൽ ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് അപ്പർ ചെയ്യുന്ന എൻ്റെ ഡൗൺ വ്യൂ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. പിള്ളേരുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ സമയം ചിലവാക്കാം. പെയ്ഡ് അല്ലാത്ത ഒരുപാട് റൈഡ്സ് ഉണ്ട്, പെയ്ഡ് ആയതും പെയ്ഡ് അല്ലാത്തതായിട്ടുള്ള ഒരുപാട് റൈഡ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ചേട്ടൻ പഠിക്കും തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.